ഇപ്പം നിങ്ങൾ കാണുന്നുണ്ട് ഇവിടെ എന്തെങ്കിലും വികസനം പറഞ്ഞ് വോട്ട് പിടിക്കുന്നത് നമ്മളാരും കാണുന്നില്ല. ഉണ്ടോ? കാരണം ഇവിടെ വികസനമില്ല. നടന്ന് കാണുന്നതൊക്കെ കഷ്ടപ്പാടുകളും നെഞ്ചു പൊട്ടുന്ന കാഴ്ചകളുമാണ്. ഈ നാടിനെ രക്ഷപ്പെടുത്തും. ഞാൻ ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്, എനിക്കത് സാധിച്ചില്ലെങ്കിൽ ഞാൻ രണ്ടാമത് ജനവിധി തേടി വരില്ല. നിശബ്ദ പ്രചരണം അവസാനിച്ചിനി പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കുട്ടനാട്ടിലെ UDF സ്ഥാനാർത്ഥി റെജി ചെറിയാനാണ് നമുക്കൊപ്പമുള്ളത്. ഈ പ്രചരണം എങ്ങനെ ഉണ്ടായിരുന്നു? കനത്ത ചൂടും എല്ലാ ചൂടിനെയും അവഹേളിച്ചുകൊണ്ട് നിങ്ങൾ കണ്ടല്ലോ. ജനങ്ങള് മങ്കൊമ്പിൽ ഒഴുകിയെത്തുമായിരുന്നു. കാരണം മണിക്കൂറുകളായിരുന്നു. കാരണം കുട്ടനാടിന്റെ ഒരു മാറ്റത്തിന് വേണ്ടിയാണ് ജനങ്ങൾ. അത് ഇന്നലെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊക്കെ ഞങ്ങൾ അയച്ചു തന്നിട്ടുണ്ട്, കാണണം. വളരെ വലിയൊരു ആവേശമായിരുന്നു ജനങ്ങൾക്ക് ഇന്ന് വരെ. കാരണം UDF എന്നല്ല എല്ലാവരും പറയുന്നത്, കുട്ടനാട്ടിൽ ഇന്ന് വരെ ഉണ്ടാവാത്ത ഒരു ജനകീയമായ ഒരു ഒഴുക്കായിരുന്നു ഈ ഒരു കൊട്ടിക്കലാശം ഇന്നലെ കണ്ടത്. പ്രചരണത്തിനിടെ നമുക്ക് പോസിറ്റീവായിട്ട് തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ 20 വർഷം ഈ ജനങ്ങൾ കഷ്ടപ്പെട്ടു. ഇപ്പോൾ അവർക്ക് എല്ലാം മാറ്റിവെച്ചേക്കുക. അവർക്ക് മതമില്ല, ഒരു രാഷ്ട്രീയമില്ല, ഒരു കൊടിയുടെ കളറും നോക്കാതെ ഇപ്പം ഒന്നിച്ച് നിന്നുകൊണ്ട് ഈ നാടിനൊരു മാറ്റത്തിന് വേണ്ടി അവർ നിൽക്കുന്നു എന്നുള്ള, നമ്മൾ പോകുന്ന വീതികളിലെല്ലാം റോഡിലെല്ലാം ജനങ്ങൾ ഇറങ്ങി റോഡിൽ നിന്ന് നമ്മളെ ആവേശമായിട്ട് നമ്മളെ ഒരു കാണുന്ന ഒരു കാഴ്ചയുണ്ട്. അത് ഒരു മാറ്റമാണ്. കുട്ടനാട്ടിലൊരു മാറ്റം ഉണ്ടായി പറ്റൂ. കാരണം അവർ അതുകൊണ്ട് കഷ്ടപ്പെടുന്നു. ആ ഒരു കഷ്ടപ്പാടൊരു മാറ്റം അത് തീർച്ചയായിട്ടും അതിന് കൂടെ അവരുടെ കൂടെ ഉണ്ടാവും. അതിനൊരു മാറ്റമില്ല. പ്രശ്നങ്ങളൊക്കെ പഠിക്കാൻ പറ്റിയത് കുടിവെള്ളം അടക്കമുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. ആദ്യം പരിഹരിക്കാൻ പറ്റുകയും കുടിവെള്ളവും അവർക്ക് നടക്കുവാൻ വഴിയും ഉള്ള സ്ഥലം. കാരണം ഉള്ളത് വൃത്തിയാക്കുക, കുടിക്കാൻ നല്ല വെള്ളം കൊടുക്കുക, ഇതായിരിക്കും ഏറ്റവും ആദ്യത്തെ എന്റെ ഉത്തരവാദിത്വം. അതിനൊരു സംശയമില്ല. കാർഷിക മേഖലയുണ്ട്. കാർഷിക മേഖല എന്ന് പറഞ്ഞാൽ അത് സമഗ്രമായ ഒരു മാറ്റം കാർഷിക മേഖല ചെയ്യും. സ്ഥാനാർത്ഥിയെ പല കുറി ജയിച്ചു വന്ന മണ്ഡലമാണ്, അവർക്ക് വളക്കൂറുള്ള മണ്ഡലമാണ്, CPMന്റെ നേതൃത്വത്തിലുള്ള സ്ഥാനാർത്ഥി കൂടിയാണ്. എങ്ങനെ അതിനെ മറികടക്കാൻ സാധിക്കും, പിടിച്ചെടുക്കാൻ പറ്റും എന്നതിന്റെ ആത്മവിശ്വാസത്തിന്റെ ഒരു ഘടകം എന്താ? ഈ പല പ്രാവശ്യം ജയിച്ചു വന്നു, വളക്കൂറുണ്ടായിരുന്നു. ഇപ്പോൾ ആ വളമെല്ലാം ഒലിച്ചുപോയി. ഇപ്പോൾ ഒരു വളവുമില്ല. ഇപ്പോൾ ആകെപ്പാട് ശോഷിച്ച് ഒന്നുമല്ലാതെ അയക്കുവാണ്. അത് നിങ്ങൾ കാണുന്നതാണ് കുട്ടനാട്ടിൽ. കാരണം ജനങ്ങൾക്കൊരു അവരുടെ ക്ഷമയ്ക്കൊരു അതിരില്ലേ, അത് കഴിഞ്ഞു. ഞാൻ ഇവിടെ എല്ലാവരോടും ഒന്നേ പറഞ്ഞുള്ളൂ, ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങൾ ഇറങ്ങില്ലേ കുട്ടനാട് ഇല്ലാതാവും. അതാണ് ഇന്നത്തെ സ്ഥിതി. അതല്ലാതെ ഇവിടെ എന്താണ് അവർ എന്തെങ്കിലും ചെയ്തിട്ടല്ലേ പറയേണ്ടത്? ചെയ്യാതെ വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞു വിട്ട ഒരു വളവും ജനങ്ങൾ ആരെങ്കിലും വളം വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വളം ഇപ്പം തിരിച്ചെടുത്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഇവിടെ നാട്ടിൽ കാണുന്നത്. കുട്ടനാട്ടിൽ കാണുന്നത് അത് തന്നെയാണ്. അതിന് യാതൊരു മാറ്റവും. നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഇവിടെ UDFന് വിജയമുണ്ടാവും. അതിന് മാറ്റമൊന്നുമില്ല. ഗ്രൗണ്ടിൽ ഇറങ്ങിയപ്പോൾ ഒരു പൾസ് എന്തായിട്ടാണ് തോന്നുന്നത്? എല്ലാ വിഭാഗം ആളുകളുള്ളൊരു മണ്ഡലമാണ്. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഏതെങ്കിലും വിഭാഗത്തിന്റെ വോട്ട് കിട്ടാതിരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒന്നുമില്ല. ഇന്നിവിടെ അവർ കാണുന്നത് കുട്ടനാടിന്റെ വികസനത്തിന് ആരെ കൊണ്ട് സാധിക്കും. അത് ഞാൻ എന്താണെന്നും ഞാൻ ആരാണെന്നും ഞാൻ ജനങ്ങളിൽ എത്തിച്ചിട്ടുണ്ട്. ഞാൻ ആരാണെന്നും എന്റെ ജീവിത പരിചയം എന്താണെന്നും കഴിഞ്ഞ ജീവിതകാലം മൊത്തമുള്ള പരിചയം അത് വെച്ചുകൊണ്ട് കുട്ടനാട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ എഴുതി തയ്യാറാക്കി അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു ബുക്കാക്കി കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒന്നാമത് പറഞ്ഞേക്കുന്നത് ഒരു ജനപ്രതിനിധി എന്നുള്ള ഇതിൽ എന്തെനിക്ക് സർക്കാരിൽ നിന്ന് കിട്ടിയാലും ആനുകൂല്യങ്ങൾ കിട്ടിയാലും അത് മൊത്തം ഇവിടുത്തെ പാവങ്ങളായ രോഗികൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ബുക്കിൽ. അപ്പം അതൊക്കെ വെച്ച് നമ്മൾ നാടിന് വേണ്ടി മാത്രം നിലനിൽക്കും. ഈ നാടിനെ രക്ഷപ്പെടുത്തും. ഞാൻ ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്, എനിക്കത് സാധിച്ചില്ലെങ്കിൽ ഞാൻ രണ്ടാമത് ജനവിധി തേടി വരില്ല ഇവിടെ കുട്ടനാട്ടിൽ. അത് പറഞ്ഞിട്ടുണ്ട്. കുട്ടനാട്ടുകാരൻ തന്നെ വേണം എന്നുള്ളൊരു സങ്കുചിതമായിട്ടുള്ളൊരു ഇതായിട്ട് തോന്നിയിട്ടുള്ളത്. 50 വർഷം കുട്ടനാട്ടുകാരായിരുന്നു MLA ഇവിടെ. കഴിഞ്ഞ 50 വർഷം ഇവിടുത്തെ ജനപ്രതിനിധി കുട്ടനാട്ടുകാരായിരുന്നു, അല്ലേ? ഞാൻ കുട്ടനാടിന് പുറത്തുള്ളവനല്ല. ഇപ്പോൾ എന്റെ റേഷൻ കാർഡ് ഇവിടാണ്, എന്റെ വോട്ട് ഇവിടാണ്. ഞാനിവിടെ ഇപ്പോൾ താമസിക്കുന്നതും മങ്കൊമ്പിലാണ്. അപ്പം ഞാൻ കുട്ടനാടുകാരനാണല്ലോ. ഞാനൊന്ന് നോക്കട്ടെ, അങ്ങനെ വന്ന് ഞാൻ താമസിച്ച കുട്ടനാടിന്റെ വികസനത്തിൽ എനിക്ക് എന്തെങ്കിലും സംഭാവന ചെയ്യാൻ പറ്റുമെന്ന് നോക്കണ്ടേ? അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്കറിയാം കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ നിൽക്കുന്നവർ അവിടുത്തുകാരാണോ? അങ്ങനൊരു നിയമമില്ലല്ലോ. കായംകുളത്ത് എന്റെ സ്ഥലം കായംകുളമായിരുന്നല്ലോ, ഇപ്പോഴും കായംകുളമാണ്, എന്റെ വീടുണ്ട്. പക്ഷേ കുട്ടനാടുകാരി അവിടുത്തെ സ്ഥാനാർത്ഥി അല്ലേ? അപ്പൊ നമ്മളിത് മനസ്സിലാക്കണ്ടേ? ഇതൊന്നും ഒരു കാര്യമില്ല.
ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്ന കുട്ടനാടുകാരനല്ല, പുറത്തുള്ളവരാണ്. അപ്പം എൻ്റെ ഒരൊറ്റ ചോദ്യമുള്ളൂ, 50 വർഷമായിട്ട് കുട്ടനാടുകാർ എന്ത് ചെയ്തു? കുട്ടനാട്ടുകാരന്മാരായിരുന്നു MLA 50 വർഷമായിട്ട്. ഇവർ കുട്ടനാടിന് വേണ്ടി എന്ത് ചെയ്തു? അതിനൊരു മറുപടി പറഞ്ഞാൽ. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ട് ഇവിടെ എന്തെങ്കിലും വികസനം പറഞ്ഞ് വോട്ട് പിടിക്കുന്നത് നമ്മളാരും കാണുന്നില്ല. ഉണ്ടോ? കാരണം ഇവിടെ വികസനമില്ല. നടന്ന് കാണുന്നതൊക്കെ കഷ്ടപ്പാടുകളും നെഞ്ചു പൊട്ടുന്ന കാഴ്ചകളുമാണ് ഈ നാട്ടിൽ നടന്ന് കാണുന്നത്. പിന്നെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അങ്ങനെ അടിസ്ഥാന പ്രശ്നങ്ങളടക്കം ഒട്ടേറെ ഘടകങ്ങൾ കുട്ടനാട്ടിൽ പരിഹരിക്കാനുണ്ട്. അത് പരിഹരിക്കാൻ കഴിയുമെന്നത് തന്നെയാണ് UDF സ്ഥാനാർത്ഥി റെജി ചെറിയാന്റെ ആത്മവിശ്വാസം. വീഡിയോ ജേർണലിസ്റ്റ് S. സജിത്തിനൊപ്പം റിപ്പോർട്ടർ മനീഷ് മഹിവാൽ, ഇൻ റിപ്പോർട്ടർ, ആലപ്പുഴ.